ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലാണ് ഞങ്ങൾ ഹോളിലാണ് കേട്ടോ കിടക്കണത്. മുകളിൽ നല്ല ചൂടായ കാരണം കൊണ്ട് ഞങ്ങളിപ്പോൾ ഹോളിലാണ് കിടക്കൽ. അപ്പോൾ അതേ വിജി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിജി ഇന്ന് പോവും, ഞങ്ങളും അന്ന് തന്നെ പോവും. അപ്പോൾ വിജി വന്ന ദിവസം മിക്ക ദിവസങ്ങൾ ഞങ്ങൾ വന്ന് നിൽക്കാൻ നോക്കാറുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിജിക്ക് ശിവുവിനെ കാണണം എപ്പോഴും. വന്നു കഴിഞ്ഞാൽ അപ്പോൾ ശിവുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരൽ. അപ്പോൾ ഞങ്ങളിത് രാവിലെ ദോശയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ വിജി ഇപ്പോൾ പോവുകയാണ്. വിജി പോയതിൻ്റെ പുറകിൽ ഞങ്ങളും പോവും കേട്ടോ. അപ്പോൾ ചെണ്ടയുടെ മുകളിൽ കൃഷ്ണൻ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു പാവേനെ വെച്ചിട്ട് കൃഷ്ണൻ പോലെ ആക്കിയിട്ട് സെറ്റാക്കി കൊടുത്തതാണ്. അപ്പോൾ വിജിയുടെ ബാഗും സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഇതേ നിൽക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ ദിവസം പിരിഞ്ഞത്. എക്സിബിഷന് പോകണം, കറങ്ങാൻ പോകണം, ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പിരിഞ്ഞത്. അപ്പോൾ അതേ ശിവുവിന് അവൾ പോയി. എന്നിട്ട് ശിവുവിന് കഞ്ഞിയൊക്കെ കൊടുത്തു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയതേ ശിവുവിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടാ. മേക്കപ്പ് ഇത് സെറ്റ് ആയിട്ടിരിക്കാനട്ടാ. ഇത് ശിവുവിന്റെ സ്വന്തമായിട്ടുള്ള മേക്കപ്പ് ഉണ്ടാ. അടിപൊളിയായിട്ടാ ശിവ. കണ്ണൊക്കെ തിളങ്ങണു. ഇങ്ങോട്ട് നോക്കണോ? പല്ല് കാണിച്ചിരിക്കേ. സൂപ്പർ ഗൈസ്. ഇതിപ്പോ തന്നെ കഴുകിക്കളയൂട്ടോ ഞങ്ങള്. ഇത് വളരെ ഒരു അങ്കമെട്ടുകളാണ്. കണ്ടില്ലേ കാലുമ നോക്കിയേ, ചാക്ക് ചാട്ടം. ശിവന് ഇപ്പോൾ മേക്കപ്പ് ചെയ്യുക, അതുപോലെ ഇപ്പം പണ്ടത്തെ പോലെ വല്ലാണ്ട് പരത്തലോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മേക്കപ്പ് ചെയ്യണം, കുറച്ച് ഭംഗിയായിട്ട് നടക്കണം, ഒരു ഫാഷനിൽ കെട്ടണം, അമ്മയുടെ പോലെ മുടി ബാക്കിൽ കെട്ടണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കുട്ടിക്കുള്ളൂ കേട്ടോ. അപ്പം നിസ്സാര കാര്യങ്ങളല്ലേ. ഇപ്പോൾ കുറച്ച് പരത്തിയിട്ടാലും കുഴപ്പമില്ല, ഒന്ന് കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ അതേ കുട്ടു ചിക്കൻ പാർട്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഇതേ കണ്ടില്ലേ മേക്കപ്പൊക്കെ ചെയ്തത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഒറ്റ സാധനങ്ങൾ എടുത്തിട്ട് മുഖത്ത് ഇടരുത്, വല്ല കുരുക്കളോ എന്തെങ്കിലും വരും, നിൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഇടരുത് എന്നൊക്കെ പറയും. ആര് കേൾക്കാനാ? ചിലപ്പോൾ അറിയാണ്ടൊക്കെ പോയി ഇടും. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ കുരുവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കും. ചില ദിവസങ്ങളിൽ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മുട്ടി നിൽക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടില്ലേ മൊത്തം പരത്തിയിട്ടുണ്ടാവും. ശിവുട്ടി, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നീ പറയേ എന്തിനാ? അപ്പൊ നമ്മള് നമ്മുടെ കയ്യിന് അതല്ല, നമ്മളിപ്പോ പറമ്പിലേക്ക് എന്തിനാ വന്നിട്ടില്ലെന്ന് പറയേ. പേരക്ക പൊട്ടിക്കാനോ? പേരക്ക അല്ലേ? പേരക്ക ഈ ഇലയിൽ പറിച്ചിട്ട് കൊണ്ടുപോകാട്ടാ. പേരക്ക ഉണ്ടോന്ന് നോക്കാം നമുക്ക് ആദ്യം. ഉണ്ടാവോ? അതിനാണെങ്കിൽ നമ്മൾ ഈ കൈ ഒക്കെ എന്തിനാന്നറിയോ, ഇതിന്റെ അടിയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാം. മരത്തിന്റെ അമ്മമാരുടെ കൂടെ ഇങ്ങനെ കൈ പഴുത്തുണ്ടോന്ന് നോക്കട്ടെട്ടാ. അയ്യോ കൊറേയൊക്കെ വീണ് നാശമായിട്ട കൈ, കൊറേ നാശമായി കിടക്കുന്നുണ്ട്. പക്ഷേ ഇതാ അവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. ഇതിലൊരെണ്ണം വലുത് നിൽക്കണ്ടായിരുന്നില്ല, ഒന്നും കാണാനില്ല. ഇത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചേ ശിവാപ്പിയെ. ശിവുട്ടി ഇത് കണ്ടിട്ടുണ്ടോ നീ? നമ്മള് വിഷുവിന് കണിക്കൊന്ന എല്ലായിടത്തും തപ്പി നടക്കിടന്നു. ഇതേ ഇവിടെ ചെറിയൊരു മരത്തുമ്പോൾ ഇപ്പം രണ്ടെണ്ണം ഉണ്ടായിട്ടാ. എന്തല്ലേ ഇത് ഇപ്പോഴെ കണ്ടേട്ടാ. പേരക്കിൻ്റെ നോക്ക് ശരിക്ക്. അത് പച്ചയാടോ, കാണിച്ചു കൊടുക്ക് കാഴ്ചന്. നല്ല അടിപൊളി പഴുത്തത് കിട്ടിയില്ലേ? ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാടാ പിന്നെ. ഓക്കെ പോവാ, അമ്മയ്ക്കും കാണിച്ചു കൊടുക്കാം. വാ, സൂപ്പർ. അത് കേടല്ല പിന്നെ, അത് ചെത്തി കഴിഞ്ഞാൽ മതി, കൊത്തിയിട്ടൊന്നും ഇല്ല കേട്ടാ. പോവാ. അങ്ങനെ ഒരു പുറത്തുനിന്ന് നടത്തൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാളും കുളിച്ചതേ കടയിലേക്ക് പോകാൻ നിൽക്കാനുണ്ട്. അപ്പോഴേക്കും വേണം എനിക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ. അപ്പൊ നമ്മള് ഇപ്പൊ കടയിലേക്ക് പോവാണ്. എന്ത് മേടിക്കാനാ? സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. പോയിട്ട് വേഗം വരുമോ? ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വേണമെന്ന് പറയരുത് കേട്ടോ അച്ഛൻ്റെ അടുത്ത്. ഓക്കെ ബൈ. രണ്ടാളും കടയിൽ പോയി വന്നു. ദേ വീണ്ടും തുടങ്ങി സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാൻ കേട്ടോ. സൈക്കിൾ ചവിട്ടാനും അവളുടെ കൂടെ ഇങ്ങനെ നടക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടുവിന്.
അങ്ങനെ നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ശിവു നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്നോട് എണീറ്റിട്ട് പറഞ്ഞു അമ്മ ഇത് പുറത്തേക്ക് നോക്കി എണീക്കാൻ നമുക്ക് സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂടെ എണീപ്പിച്ചു. വലിയച്ഛൻ തലേദിവസം മേടിച്ചു തന്ന കുട്ടിയുടെ വലിയച്ഛൻ എന്ന് വെച്ചാൽ കുട്ടുവിൻ്റെ ചേട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടോയ്സ്. അതൊക്കെ എടുത്തിട്ട് കളിയാണ്. ഇതേ മുറ്റം കണ്ടില്ലേ, മുറ്റം ഞാൻ ഫുൾ അടിച്ചു വാരാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ദിവസം അടിച്ചു വരച്ചാൽ എളുപ്പമല്ല, എനിക്ക് ഡിസ്ക് സീനാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലോണം ചെന്ന് പുളിയുടെ ഇലയാണ് അവിടെ വീഴണത്. അപ്പോൾ അത് വരുമ്പോൾ പിന്നെ ഇടയിൽ കൂടെ കുറച്ച് ചെടി വളരും. അപ്പോൾ അതൊക്കെ അപ്പം പറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ അതപ്പം കഴിയും. വല്ലാണ്ട് വളർന്നു കഴിഞ്ഞാൽ സീനാവും. അപ്പോൾ വീടിൻ്റെ പിന്നിലത്തെ പുല്ലൊക്കെ കുട്ടി പറിച്ച് കളഞ്ഞു കേട്ടോ. വൃത്തിയാക്കിയിട്ട് പിന്നൊക്കെ ഒന്ന് അവിടെ അടിച്ച് വൃത്തിയാക്കി. ഇതിപ്പോൾ മുറ്റം മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ പോവാണ്. ഇത് ശിവു കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ട് കുറച്ച് അവൾക്ക് പറ്റിയതൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാനും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ശിവനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഇതേ ശിവനെ അംഗനവാടിയിലേക്ക് വിടുകയാണ്. അപ്പോൾ നടന്നുകൊണ്ടും കിടന്നുകൊണ്ടൊക്കെയാണ് കഞ്ഞി കുടിക്കുന്നത്. അവൾക്ക് കഞ്ഞിയാണ് ഇഷ്ടം. അപ്പോൾ ഇതേ കഞ്ഞി കുടിച്ചിട്ട് ഇതേ അവർ പോവാൻ നിൽക്കുക. ഞാൻ കുട്ടിയായിട്ട് പഠിച്ചിട്ട് വരാട്ടോ. അപ്പോൾ നമ്മുടെ നഴ്സറി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇറങ്ങാം നമുക്ക് പിന്നെ ഇറങ്ങാം. ഇങ്ങോട്ട് നോക്ക്, ഇറങ്ങാം. ആണ് നമ്മുടെ പഴയ അമ്പലം, നമ്മുടെ പഴയ വീട്. വാ നടക്ക്, കൈ പിടിക്കച്ചൻ്റെ കൈ പിടിക്കല. ആ നമ്മുടെ പാറ അംഗൻവാടി വലിയ കുട്ടിയായിട്ടെ നമുക്ക് സ്കൂളിൽ പോറായില്ല. പിന്നെ ഇതിലേക്ക് നോക്കി പറയും. അപ്പൊ ഞാൻ വലിയ കുട്ടിയായിട്ടോ. അപ്പൊ യൂണിഫോം കിട്ടി, ബുക്കൊക്കെ കിട്ടി, പിന്നെ കൊട കിട്ടിയില്ല കേട്ടോ. കൊടച്ച മേടിച്ചു തരും. പോവാ, നേരം മേക്കണു, വേണ്ട. ഇതാ ഞാൻ വലിയ കുട്ടിയായിട്ടോ. അത് പറഞ്ഞല്ലേ ഞാൻ ഇപ്പൊ പഠിക്കണേ. LKG അല്ലേ? ആ. അപ്പൊ ഷൂട്ടിന് അച്ഛൻ വന്നിട്ട് 4:30 അല്ല 3:30 വന്നിട്ട് കട്ടപ്പനോ. അച്ഛൻ ടാറ്റ വന്നിട്ട് പോടാ. ടാറ്റ പിന്നെ അച്ഛൻ വരാട്ടാ. പോട്ടച്ഛൻ പോട്ടാ. ആ ആ അങ്ങനെ ശിവനെ അംഗനവാടിയിലാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവണേങ്കാട് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിത് രണ്ടാളും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് പോവാം, പിന്നെ നന്നായിട്ടൊന്ന് തൊഴണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക ഊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊട്ട് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് എത്തണം. ശിവനെ 3:30 അംഗനവാടി വിടും, അപ്പോഴേക്കും എത്തണം. ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിന് എത്തി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ മെഷീൻ ഉണ്ടായിരുന്നില്ലേ, അത് സെയിലാക്കി കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ പോകണമായിരുന്നു. ശിവ നല്ല ഉറക്കമുറങ്ങിയെന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞത്. മുഖം കണ്ടാലേ അറിയാം. പഠിക്കാൻ വന്നിട്ട് കാലത്ത് 10:30 വന്നിട്ട് 10:30 തൊട്ട് 3 മണി വരെ കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ എനിക്കുള്ള കൈ അല്ല കേട്ടോ, ഉച്ചയ്ക്കാണ് പറയേ ഒതുങ്ങി ഇവിടെ വന്നിട്ട് മുടി കെട്ടി കൊടുത്തതാ. നല്ല കുട്ടിയിട്ട് ഉറങ്ങിയിട്ടാ വന്നിട്ടുള്ളത്. നോക്ക് ശിവന് ഐസ്ക്രീം വേണോ? മേടിച്ചിട്ടുണ്ട്. മിഠായി വേണോ? ഒന്നും മേടിച്ചിട്ടില്ലടാ. അവൾക്കറിയാൻ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.